ഓക്കെ, എന്തായാലും ആരുടെ കണക്ക് കൂട്ടലാണ് ശരിയാവുക റോഷിപാൽ? വിനീത, നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രചാരണമായിരുന്നു. അത് മൂന്ന് മുന്നണികളും അവരുടെ എല്ലാ സംവിധാനങ്ങളും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാടിളക്കിയുള്ള പ്രചാരണത്തിനപ്പുറത്തേക്ക് വീട് കയറി സജീവമാക്കിക്കൊണ്ട് വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിനാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചതും. ഏതായാലും ഈ പ്രചാരണത്തിനൊടുവിൽ പലവട്ടം പല വിവാദങ്ങൾ ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. ആ വിവാദങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ പരസ്പരം മറുപടി പറഞ്ഞു പോകുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോലും പല വിവാദങ്ങൾ പാലക്കാട് സാക്ഷ്യം വഹിച്ചു. ഏതായാലും ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആര് ജയിച്ചു കയറും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിനാണ് പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേരിട്ട് UDF-ഉം NDA-യും തമ്മിൽ മാത്രമായിരുന്നു മത്സരം. ഇവിടെ LDF സ്ഥാനാർത്ഥി അത്ര പ്രസക്തമായിരുന്നില്ല, കാരണം വലിയ മാർജിൻ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി കൂടി രംഗത്ത് സജീവമായി വന്നു. അങ്ങനെയാണ് ഒരു ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയത്. UDF ക്യാമ്പിൽ നിന്നെത്തിയ P. സെരിൻ ശ്രദ്ധേയമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ക്യാമ്പിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ടാകുമോ എന്ന വിലയിരുത്തലുണ്ട്. പരസ്പരം എല്ലാവർക്കും ആ സംശയവുമുണ്ട്. നേതാക്കളൊക്കെ അങ്ങനെ വോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോർന്നിട്ടുണ്ടാകും. പക്ഷേ സ്വാഭാവികമായും സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ ഒരു മേൽക്കൈ UDF-നുണ്ട്. അതിനൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും തുണയ്ക്കേണ്ടത് മുഖ്യപ്രതിപക്ഷമായ UDF-നെയാണ്. അങ്ങനെയെങ്കിൽ UDF-ന് സ്വാഭാവികമായും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വിജയം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഏറ്റവും കെട്ടുറപ്പുള്ള മണ്ഡലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കം വലിയ മുന്നേറ്റമുണ്ട്. അതിനൊപ്പം തന്നെ അവസാനം സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില കാര്യങ്ങൾ, ചില LDF-ൻ്റെ പ്രചാരണങ്ങൾ, അത് കൃത്യമായി ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉപയോഗിക്കാൻ LDF-ന് കഴിഞ്ഞാൽ ആ തരത്തിൽ വോട്ട് LDF ക്യാമ്പിലേക്ക് കുറച്ച് വന്നാൽ തങ്ങൾക്ക് വിജയിച്ചു കയറാൻ പറ്റുമെന്ന പ്രതീക്ഷ NDA-ക്കുമുണ്ട്. അങ്ങനെ പല കണക്കുകൂട്ടലാണ്. ഇപ്പോഴും കണക്കുകൂട്ടലുകൾ പൂർത്തിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ബൂത്തുകളിൽ നിന്നും പ്രവർത്തകർ നൽകുന്ന, ബൂത്ത് ഏജന്റുമാർ നൽകുന്ന കണക്കുകൾ മുന്നണികൾ പരിശോധിച്ച്, ഒന്നിൽ കൂടുതൽ തവണ പരിശോധിച്ച് അവർ ഇനിയുള്ള മണിക്കൂറുകൾ അങ്ങനെ തന്നെയാണ്. നാളെയും സമാനമാണ്. ഒരു ദിവസത്തിനപ്പുറം വോട്ടെണ്ണി കഴിയും. ഏതാണ്ട് 11 മണിയോടെ പൂർണ്ണ ഫലം പുറത്തു വരികയും ചെയ്യും. പക്ഷേ ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ നെഞ്ചിരിപ്പാണ്, വലിയ ആശങ്കയുണ്ട്, ഒപ്പം ആകാംക്ഷയുണ്ട്. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് നടന്നത്. കാരണം വയനാടും ചേലക്കരയും പാലക്കാടും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വാശിയേറിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നത് പാലക്കാടാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ കേരളം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നത്. ശരി, ഏതായാലും ആരുടെ കണക്ക് കൂട്ടലുകൾ ശരിയാകുമെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. റോഷിപാലും ദീപക് മലയമ്മയും സാനിയോ മനോമിയും അലമീൻ തോട്ടുമുക്കുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂട്ടലും കിഴിക്കലും ഒക്കെ തകൃതിയായി നടക്കുക തന്നെയാണ് ഓരോ ക്യാമ്പിലും. UDF ക്യാമ്പിന് വിജയപ്രതീക്ഷയുണ്ട്. LDF ഒട്ടും മോശമല്ല. NDA ക്യാമ്പ് അക്കൗണ്ട് തുറക്കും എന്നത് തന്നെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും നമുക്ക് പാലക്കാട് മണ്ഡലത്തിലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ നിയമസഭകളിലേതുമായി ഒന്ന് താരതമ്യപ്പെടുത്താം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഏതായാലും ഇത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുന്നണികൾ. പാലക്കാട് നഗരസഭയിൽ 2021 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.24% വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ 70.77% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിരായിരി പഞ്ചായത്തിലാകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.1% വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ 5% ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിരായിരി പഞ്ചായത്തിൽ 5% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് 70.1 ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 8%-ലധികം വോട്ടിന്റെ കുറവുണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും. 2021 78.45 ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 70.34 കുറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറെ നിർണായകമായ കണ്ണാടി പഞ്ചായത്തിൽ. മാത്തൂരിലാണെങ്കിൽ അത്രത്തോളം ഇടിവുണ്ടായിട്ടില്ല. 3% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2021 73.82% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ അത് 70.16% കുറഞ്ഞിരിക്കുന്നു. ഏതായാലും വോട്ട് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയുണ്ട് മുന്നണികൾക്ക് സ്വാഭാവികമായും. പക്ഷേ ഓരോ വോട്ടും അനുകൂലമാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. പ്രധാനപ്പെട്ട പോക്കറ്റുകളിലെല്ലാം തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനായി എന്നുകൂടി സ്ഥാനാർത്ഥികൾ പറയുകയാണ്.